നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റിയെഴുതിയ ബ്യൂട്ടി ഷോപ്പി 5ാം വർഷത്തിലേക്ക്. മലപ്പുറം ജില്ല മുൻ DCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന താനൂരിലെ കോൺഗ്രസ് കാരണവരായിരുന്ന UK ബാസിയുടെ 4ാമത് അനുസ്മരണ യോഗവും UDF കുടുംബസംഗമവും നടത്തി. ബാസിയുടെ തറവാട് മുറ്റത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ല മുൻ DCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന താനൂരിലെ കോൺഗ്രസ് കാരണവരായിരുന്ന UK ബാസിയുടെ 4ാമത് അനുസ്മരണ യോഗവും UDF കുടുംബസംഗമവും നടത്തി. ബാസിയുടെ തറവാട്ടുമുറ്റത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മെ വിട്ടുപോയിട്ട് 4 വർഷമായെങ്കിൽ പോലും ആ ബാസിയുടെ നിറഞ്ഞ ഓർമ്മ നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ അങ്ങനെ മരിക്കാതെ അനശ്വരമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാസിയുടെ ദേഹവിയോഗം എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന് ഒരു തീരാത്ത നഷ്ടമായിട്ടാണ് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് സാധാരണ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെയുണ്ട്. ആ സന്തപ്ത കുടുംബത്തോട് എൻ്റെ അഗാധമായ അനുശോചനവും ദുഃഖമൊക്കെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്താൻ. മതേതരത്തിൽ നടക്കണമോ അതല്ല തീവ്ര ഹിന്ദുത്വ ഫാസിസമാണോ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഏറ്റവും മൂർത്തമായ ചോദ്യമാണ് നമ്മുടെ ഒക്കെ തന്നെ മുമ്പിലുള്ളത്. 10 വർഷം മുമ്പ് എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്? എങ്ങനെയാണ് അഭിശപ്തമായ നാളിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വേദിയിലും വെച്ച് പറയാറുണ്ട്, ഇറ്റ് ഈസ് ആക്സിഡന്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയാറ്. ഒരു ചരിത്രത്തിന്റെ കൈത്തച്ചാണത്, ഒരാകസ്മികതയാണത്. അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു തീവ്ര ഹിന്ദു ഫാസിസ്റ്റ് അധികാരത്തിൽ വന്നത് ജനാധിപത്യ മതേതര ശക്തികൾ ജാഗ്രതയോട് കൊടുത്ത കാര്യങ്ങളെ കാണാൻ അല്പം അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതെന്ന സത്യം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? അതുപോലെ തന്നെയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിനിസ്റ്റ് നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഒരിക്കലും അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ്, അതൊരു അബറേഷൻ ഓഫ് ഹിസ്റ്ററി എന്നാണ്. ചരിത്രത്തിന്റെ അപഭ്രംശമായിട്ട് മാത്രമേ അത് നോക്കിക്കാണാൻ. UDF പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പോരാളിയായിരിക്കുമ്പോഴും വളരെ സൗമ്യനായി നിലകൊണ്ട, നിലവിളക്കിന്റെ നാളം പോലെ നിലകൊണ്ട നേതാവായിരുന്നു ശ്രീ UK ബാസി. നിലവിളക്കിൻ്റെ നാളം അത് ജ്വലനമാണ്, അത് ജ്വലിച്ചു നിൽക്കും. പക്ഷെ അതേസമയം അത് സൗമ്യമാണ്, ആളിക്കത്തില്ല, പക്ഷെ ജ്വലിച്ചുകൊണ്ടേ നിൽക്കും. പ്രകാശം പരത്തും, ജ്വലനമുണ്ട്, പക്ഷെ സൗമ്യമാണ്, ദീപ്തമാണ്, ശക്തമാണ്. ശക്തം, സൗമ്യം, ദീപ്തം, ഈ മൂന്നെണ്ണം ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായി. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു അനുസ്മരണ സമ്മേളനമായതുകൊണ്ട് മരണപ്പെട്ട ശേഷം അങ്ങനെ പറയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തും നേതാക്കന്മാരോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. നിർവഹിച്ചതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. വലിയ ആളുകളാണ് ഇത്തവണ ആദരണീയനായ ശ്രീ UK ബാസിയുടെ അവരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ നമ്മുടെ അഭിമന്യ നേതാവായ, ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ എക്കാലത്തെയും മലയാളികൾക്ക് മുമ്പിലുള്ള പ്രതീകങ്ങളിൽപ്പെടുന്ന തനിമയുള്ള മനസ്സിൻ്റെ, രാഷ്ട്രീയം മാത്രമല്ല, എനിക്കാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ അവസാന തെരഞ്ഞെടുപ്പാക്കി മാറ്റണം എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 10 വർഷത്തോളം ഇന്ത്യയിൽ മോദിയുടെ ഭരണം കൊണ്ട് നേട്ടങ്ങളുണ്ടായത് സമ്പന്നർക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കുമാണ്. ഇന്ത്യയുടെ എല്ലാ മേഖലയും വിറ്റുതുലയ്ക്കുന്ന ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം നാം കണ്ടത്. ഇന്ത്യയുടെ പട്ടാളത്തെ തന്നെ ബലി കൊടുത്തിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിലെത്തിയത്. ഈ സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം BJPക്ക് പൗരത്വമാണ്. ഇന്ത്യയെ ഒന്നായി കാണുക എന്നതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണി നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും മുഖ്യ അജണ്ട. പിണറായി സർക്കാർ
സർക്കാരിനുള്ള ഒരു താക്കീത് കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. താനൂർ മണ്ഡലം UDF ചെയർമാൻ P. രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, UDF ജില്ലാ ചെയർമാൻ PT അജയമോഹൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, UDF കൺവീനർ MP അഷ്റഫ്, പന്ത്രോളി മുഹമ്മദ് അലി, MV ശ്രീധരൻ മാസ്റ്റർ, K. ഹൈദ്രോസ് മാസ്റ്റർ, അഡ്വക്കേറ്റ് T. നസറുള്ള, R. പ്രസന്നകുമാരി, KP ഫാത്തിമ ബീവി, P. വാസുദേവൻ, പ്രണവം പ്രസാദ്, ഷാജി കളിയത്ത്, നൂഹ് കരിങ്കപ്പാറ, അഡ്വക്കേറ്റ് PP ഹാരിഫ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ, അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള, UK ബാസിയുടെ പത്നി ശശി പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. O. രാജൻ സ്വാഗതവും ഷാജി പച്ചേരി നന്ദിയും പറഞ്ഞു. TVN ന്യൂസ് താനൂർ. കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റിയെഴുതിയ ബ്യൂട്ടി ഷോപ്പി വിജയകരമായ 5ാം വർഷത്തിലേക്ക്. ലോകോത്തര ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ്, സലൂൺ, ബ്യൂട്ടി പാർലർ എന്നിവയുടെ എക്യുപ്മെന്റ്സുമായാണ് ബ്യൂട്ടി ഷോപ്പി തിരൂരിൽ പ്രയാണം തുടരുന്നത്. കോസ്മെറ്റിക് രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനാണ് ബ്യൂട്ടി ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ബ്യൂട്ടി ഷോപ്പി എ കംപ്ലീറ്റ്ലി ഫാമിലി ഷോപ്പി. കോൺടാക്ട് 049429530001 9495643001.